റിവർ സൈഡ് ബേസിക്കലി ഒരു ടൗൺ ഹൗസ് കമ്മ്യൂണിറ്റിയാണ്. ടൗൺ ഹൗസ് കമ്മ്യൂണിറ്റി രണ്ടായിട്ട്, ഒരു വാട്ടർ ബേസ്ഡും പിന്നെ ഒരു ഗ്രീൻ എന്താ പറയുക ഒരു ഫോറസ്റ്റ് ബേസ്ഡ് രണ്ട് കമ്മ്യൂണിറ്റികളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ടൗൺ ഹൗസ് കമ്മ്യൂണിറ്റിയാണ് റിവർ സൈഡ് എന്ന് പറയുന്നത്. അതിനോട് ചേർന്ന് അതിനെ കവർ ചെയ്ത് വരുന്ന അപ്പാർട്ട്മെന്റ് ബിൽഡിങ്സ് ആണ് റിവർ സൈഡ് വ്യൂസ് എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റ്. നല്ല ഡെവലപ്പേഴ്സിൻ്റെ അഫോർഡബിൾ പ്രോപ്പർട്ടീസ് എപ്പോഴും ദുബായിൽ വരുമ്പോൾ അത് ഹോട്ട് സെല്ലറാണ്, എപ്പോഴും ഫാസ്റ്റായിട്ട് സെല്ലായി പോകുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അങ്ങനെ നല്ല ഡെവലപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും Tier 1 കാറ്റഗറിയിൽ വരുന്ന പ്രൈവറ്റ് ഡെവലപ്പേഴ്സോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഡെവലപ്പേഴ്സോ ആണ്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാറ്റഗറിയിലും പൊതുവെ അഫോർഡബിൾ സെഗ്മെൻറ്റ്സ് വളരെ കുറവാണ്. ഇപ്പം നിലവിലാകെ 4 പ്രോപ്പർട്ടീസാണ് അഫോർഡബിൾ സെഗ്മെൻറ്റ്സിലുള്ളത്. ഒന്ന് ദയാർ എലീവ് എന്നൊരു പ്രോപ്പർട്ടിയാണ്, അതിൽ വളരെ കുറച്ച് യൂണിറ്റേ ഉള്ളൂ. പിന്നെ പാർക്ക് 5 എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ദയാറിൻ്റെ പാർക്ക് 5 എന്നൊരു പ്രൊജക്റ്റ് ഉണ്ട്. പിന്നെ നഷാമ ടൗൺ സ്ക്വയർ എന്നൊരു പ്രൊജക്റ്റ് ഉണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഡമാക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നത് 888 ആണ്. പക്ഷേ ആ പ്രൈസിൽ എന്തായാലും നമുക്ക് യൂണിറ്റ് കിട്ടില്ല. എപ്പോഴും ഒരു 900+ ഉള്ള യൂണിറ്റുകൾ നോക്കിയാൽ മതി. പ്രൈം ആയിട്ടുള്ള യൂണിറ്റുകളെല്ലാം 1 മില്യൺ, നിയർലി 1 മില്യൺ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഡമാക്ക് എന്ന് പറയുന്നത് Tier 1 കാറ്റഗറി പ്രൈവറ്റ് ഡെവലപ്പേഴ്സിൻ്റെ ആ ഒരു കാറ്റഗറിയിലെ നമ്പർ 1 ഡെവലപ്പറാണ്. കാരണം ദുബായിലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന പേരാണ് ഡമാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡമാക്ക് ഒരു 6 മാസം കൂടുമ്പോഴാണ് ഇങ്ങനത്തെ അഫോർഡബിൾ പ്രൊജക്റ്റ് മാർക്കറ്റിൽ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അത് റിലീസ് ചെയ്യുമ്പോൾ ഒരുപാട് ഒരു ക്വാണ്ടിറ്റി റിലീസ് ചെയ്യും, ഒരുപാട് നമ്പർ ഓഫ് യൂണിറ്റുകൾ റിലീസ് ചെയ്യാറുണ്ട്. അത് മോസ്റ്റ്ലി സോൾഡ് ഔട്ട് ആവാറും ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ, റിവർ സൈഡിൻ്റെ ലൊക്കേഷനാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡെവലപ്പർ വൈസ് സേഫാണ്, നല്ല ഡെവലപ്പറാണ്, ഡമാക്ക് നല്ലതാണ്. ലൊക്കേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് വരുന്നത് പുതിയ അൽമക്തും എയർപോർട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് ഡിസ്റ്റൻസിൽ DIPയോട് ചേർന്ന് വരുന്ന MRൻ്റെ 3-4 കമ്മ്യൂണിറ്റിയുടെ ഇൻ ബിറ്റ്വീൻ, അതായത് MR ഒയാസിസ്, MR ഹൈറ്റ്സിൻ്റെ ഒക്കെ ഇൻ ബിറ്റ്വീൻ വരുന്നൊരു പ്ലോട്ടിലാണ് ഈ റിവർ സൈഡ് എന്ന് പറയുന്നത്. റിവർ സൈഡ് ബേസിക്കലി ഒരു ടൗൺ ഹൗസ് കമ്മ്യൂണിറ്റിയാണ്. ടൗൺ ഹൗസ് കമ്മ്യൂണിറ്റി രണ്ടായിട്ട്, ഒരു വാട്ടർ ബേസ്ഡും പിന്നെ ഒരു ഗ്രീൻ എന്താ പറയുക ഒരു ഫോറസ്റ്റ് ബേസ്ഡ് രണ്ട് കമ്മ്യൂണിറ്റികളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ടൗൺ ഹൗസ് കമ്മ്യൂണിറ്റിയാണ് റിവർ സൈഡ് എന്ന് പറയുന്നത്. അതിനോട് ചേർന്ന് അതിനെ കവർ ചെയ്ത് വരുന്ന അപ്പാർട്ട്മെന്റ് ബിൽഡിങ്സ് ആണ് റിവർ സൈഡ് വ്യൂസ് എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റ്. ഇത് ലോ റൈസ് ബിൽഡിങ്സ് ആണ്, ഒരു 6-7 ഫ്ലോർ വരുന്ന ഒരു ലോ റൈസ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് ബിൽഡിങ്സ് അതിൽ ഉണ്ടാവും. അതിൽ തന്നെ പ്രൈം ആയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ റിവർ വ്യൂ ആണ്. ഈ റിവർ വ്യൂ വരുന്ന യൂണിറ്റുകൾ വളരെ കുറവായിരിക്കും. നമുക്ക് ലേ ഔട്ട്, അതായത് ബിൽഡിങ്ങിൻ്റെ കീ പ്ലാൻ നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിലൊരു ചെറിയ ചലഞ്ച്, ഞാൻ കാണുന്നൊരു ചലഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ, ഇത്രയും ബിൽഡിങ്സ് ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഒറ്റയടിക്ക് റിലീസ് ആകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചലഞ്ച് എന്ന് പറയുന്നത് ഒരുപാട് യൂണിറ്റുകൾ വരുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്നതാണ്, ആ യൂണിറ്റുകളുടെ ഡിമാൻഡ് കുറയാനുള്ള സാധ്യതയുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ റീസെയിൽ ചെയ്യാൻ നോക്കുമ്പോൾ ഇത് ഒരുപാട് യൂണിറ്റുകൾ വരുന്ന സമയത്ത് ഒരു റീസെയിലിൻ്റെ ആസ്പെക്റ്റിൽ ചെറിയൊരു ചലഞ്ച് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇത്രയും ബിൽഡിങ്സ് ആണ് അവർ ഈ റിവർ സൈഡ് വ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് ബിൽഡിങ്സ് ഈ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത്, ഈ റിവർ സൈഡ് വ്യൂസ് എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിംഗ്, അതായത് നമ്മുടെ ഒരു ലോ റൈസ് ബിൽഡിംഗ് കമ്മ്യൂണിറ്റിക്കകത്ത് വരാൻ സാധ്യതയുണ്ട്. ഈ പ്രൊജക്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, അതായത് ഒരുപാട് ഫെസിലിറ്റീസ്, അമ്യൂണിറ്റീസ് ഉണ്ട്. ഇതിൽ എൻഡ് യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ താമസിക്കാം എന്ന് വിചാരിച്ചൊരു പ്രോപ്പർട്ടി വാങ്ങാൻ, അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനുണ്ട്. കാരണം ഇതിൽ അതിന് മാത്രം ഫീച്ചേഴ്സ്, ഒരുപാട് ഫെസിലിറ്റീസ് ഈ പ്രൊജക്റ്റിൽ ഉണ്ട്. ഓൾറെഡി നമ്മൾ റിവർ സൈഡ് ടൗൺ ഹൗസുകൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇപ്പം 8 മാസം മുമ്പാണ് അത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ആ റിവർ സൈഡ് ടൗൺ ഹൗസുകളുടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഗ്രീൻ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗ്രീൻ ഫോറസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസും അതുപോലെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസും ആണ്. അപ്പോൾ അത് രണ്ടും സെയിം ഡേ തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു. അതൊരു ഹിറ്റ് എന്താ പറയുക ഒരു ലോഞ്ച് ആയിരുന്നു സെയിം ഡേ, അതായത് വിത്തിൻ ഒരു 7 hours റിവർ സൈഡ് ടൗൺ ഹൗസ് സോൾഡ് ഔട്ട് ആയത്. പക്ഷേ ഇപ്പോൾ ഇതിൽ കുറേ യൂണിറ്റുകളുള്ളതുകൊണ്ട് നമുക്ക് ഒബ്വിയസ്ലി എന്താ പറയുക യൂണിറ്റുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് ബിൽഡിങ്ങിൻ്റെ കീ പ്ലാൻ. ഞാൻ ആദ്യം പറഞ്ഞ സ്കൈ എന്നുള്ള വ്യൂ ആണിത്. അപ്പം ഇത് അപ്പാർട്ട്മെൻറ്റിൻ്റെ ലേ ഔട്ട് അല്ല, ഇത് കീ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിങ്ങിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്, ആ യൂണിറ്റ്സ് എങ്ങോട്ടൊക്കെയാണ് ഫേസ് ചെയ്യുന്നതെന്നുള്ള ഒരു, അതായത് നമുക്ക് ഡയറക്ഷൻ നോക്കാനും അങ്ങനെയൊക്കെ നോക്കുന്ന ഒരു ഈസി ആയിട്ടുള്ള വേ ആണ്. ബിൽഡിങ്ങിൻ്റെ ഡയറക്ഷനും ബിൽഡിങ്ങിൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ഷൻ, ഡോറിൻ്റെ ഡയറക്ഷനൊക്കെ നോക്കുന്നൊരു അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ് ഈ കീ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നമ്മുടെ റിവർ വരുന്നത് ഇങ്ങനെയാണ്, റിവർ വരുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ റിവർ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ടോട്ടൽ 34 യൂണിറ്റാണ് നമുക്ക് ഈ ഒരു ഫ്ലോറിൽ വരുന്നത് 34 യൂണിറ്റാണ്. ഈ 34 യൂണിറ്റിലെ ബെസ്റ്റ് യൂണിറ്റുകൾ എപ്പോഴും ഈ വ്യൂ വരുന്ന യൂണിറ്റുകളാണ് ബെസ്റ്റ് യൂണിറ്റുകൾ. അതിൽ തന്നെ ഈ യൂണിറ്റുകൾക്ക് അത്രയും എന്താ പറയുക വ്യൂ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പ്രൈം ആയിട്ടുള്ള യൂണിറ്റുകൾ ഈ കാണുന്ന നമ്മുടെ റിവറിനെ ഫേസ് ചെയ്യുന്നുള്ള യൂണിറ്റുകളാണ് എപ്പോഴും
പ്രൈം ആയിട്ടുള്ള യൂണിറ്റുകൾ. അപ്പോൾ ഈ യൂണിറ്റുകൾ കിട്ടിയിട്ട് മാത്രമേ നമുക്ക് കിട്ടുമ്പോഴാണ് കുറച്ചും കൂടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സൈഡ് ചെക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വരുന്നത്. ഇത് മോശം എന്നല്ല, പക്ഷേ നമ്മളെപ്പോഴും ഈ ഒരു പ്രൊജക്ട് ഇങ്ങനത്തെ പ്രൊജക്റ്റൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ റിവർ സൈഡ് വ്യൂസ് എന്ന് പറയുമ്പോൾ ആ വ്യൂ കിട്ടാതെ നമ്മൾ റിവർ സൈഡിൽ നമുക്ക് കാര്യമില്ലല്ലോ. അപ്പം അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഇതിൽ നമ്മൾ താമസിക്കാൻ എടുക്കുകയാണെങ്കിൽ പോലും, ഇപ്പോൾ നമ്മൾ എൻഡ് യൂസിന് ആണെങ്കിൽ പോലും ഈ പറയുന്ന യൂണിറ്റുകൾ കിട്ടുമ്പോഴാണ് നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ എക്സാക്ട് വാല്യൂ നമുക്ക് കിട്ടുന്നത് ഈ പറയുന്ന യൂണിറ്റുകൾ കിട്ടുമ്പോഴാണ്. ഇനി ഇതിൻ്റെ പേയ്മെൻറ്റ് പ്ലാനിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ 20% ആണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. പ്രോപ്പർട്ടിയുടെ 20% ഡൗൺ പേയ്മെൻറ്റ് വേണ്ടി വരും. 1% പേയ്മെൻറ്റ് പ്ലാനാണ്. പിന്നെ എഗെയിൻ നമുക്ക് പറഞ്ഞ ബുള്ളറ്റ് പേയ്മെൻറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അല്ലാതെ നമുക്കൊരു മേജർ പേയ്മെൻറ്റ്സും ഇടയ്ക്ക് വരുന്നില്ല. 20%, 1%, പിന്നെ 5%. ടോട്ടൽ 35 മാസം, 35 മന്ത്സും ഉണ്ട്. അതായത് ഏകദേശം ഒരു 3 വർഷം കൊണ്ട് നമ്മൾ അടയ്ക്കേണ്ടത് 70% ആണ്. ഓൺ ഹാൻഡ് ഓവറിൽ 30% അടയ്ക്കണം. ഡെമാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിൽ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഫെസിലിറ്റീസ്, അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫെസിലിറ്റീസ്, അമ്യൂണിറ്റീസ് എല്ലാം അതിൽ ഉൾക്കൊള്ളിക്കാറുണ്ട്. അത് തന്നെ ഈ പ്രൊജക്റ്റിൽ നമ്മൾ ഈ ഒരു ഇപ്പോൾ വേൾഡിലുള്ള ഒരു കമ്മ്യൂണിറ്റി, നല്ല കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റികളിലെ എല്ലാ ഫീച്ചേഴ്സും ഈ പ്രൊജക്റ്റിലും ഉണ്ട്. ഇനി ഇപ്പോൾ ഏതാണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ ഒരു കൺഫ്യൂഷൻ. അത്രയും അമ്യൂണിറ്റീസ്, ഫെസിലിറ്റീസ് ഈ പ്രൊജക്റ്റിലുണ്ട്. ഈ പ്രോപ്പർട്ടി തന്നെ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഓൾറെഡി നമുക്കറിയാം ഇത് റിവർ സൈഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് റിവർ ഫീച്ചേഴ്സ്, അതായത് വാട്ടർ ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. അത് കൂടാതെ ഫ്ലോട്ടിംഗ് ഒപ്പേര, ഗെയിം സോൺസ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കിഡ്സ് അഡ്വഞ്ചർ ലാൻഡ് ഉണ്ട്, ഫ്ലോട്ടിംഗ് സിനിമയുണ്ട്, ആംഫി തിയേറ്റർ ഉണ്ട്, ക്ലബ് ഹൗസ് ഉണ്ട്, റീറ്റെയിൽ സ്പേസ്, ഒരുപാട് റീറ്റെയിൽ സ്പേസും ഈ ഒരു പ്രൊജക്റ്റിലുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡെമാക് റിവർ സൈഡ് വ്യൂസിനുള്ള ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ വരുന്ന പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത് പാർക്ക് 5 ആണ് മേജറായിട്ട്. കാരണം കമ്മ്യൂണിറ്റി ഇത് രണ്ടും കമ്മ്യൂണിറ്റിയാണ്. ഡെമാക് റിവർ സൈഡ് വ്യൂസും കമ്മ്യൂണിറ്റിയാണ്, ദേ ആർ പാർക്ക് 5ഉം കമ്മ്യൂണിറ്റിയാണ്. ഇതിലൊരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് പ്രൈസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് ആണ്. ഇപ്പോൾ ആവറേജ് എടുക്കുമ്പോൾ 900 ആണ് പ്രൈസ് വരുന്നത്. ഒരു 900, 950, 1 million റേഞ്ചിലാണ് വരുന്നത്. ഞാനിപ്പോൾ ഏറ്റവും ഒരു ആവറേജ് എടുത്തതേ ഉള്ളൂ. സൈസസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ സൈസസ് ആണ് രണ്ടിലും വരുന്നത്. ലൊക്കേഷൻ വരുമ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് DIP, നിയർ DIP ആണ്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ IMBZ ആണ്. ഇത് കുറച്ചും കൂടെ പാർക്ക് 5 കുറച്ചും കൂടെ സിറ്റിയോട് അടുത്താണ്. ഡെമാക് റിവർ സൈഡ് പുതിയ എയർപോർട്ടിനോട് ഒരു 15 minutes ഡിസ്റ്റൻസിൽ. അങ്ങനെ രണ്ട് ലൊക്കേഷനിലാണ്. ലൊക്കേഷനൊക്കെ ഓൾമോസ്റ്റ് ഓക്കെയാണ്. പിന്നെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് പ്ലാനാണ്. ഇപ്പോൾ ഡെമാക് റിവർ സൈഡിലെ പേയ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് 70-30 ആണ്. 70-30 എന്ന് പറയുന്നത് ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ 70% അടയ്ക്കേണ്ടി വരും, 30 ഓൺ ഹാൻഡ് ഓവർ അടയ്ക്കേണ്ടി വരും. പാർക്ക് 5 ആണെന്നുണ്ടെങ്കിൽ ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ 50% അടച്ചാൽ മതി. അപ്പം ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ നമ്മുടെ ഒരു ലിവറേജ്, അതായത് കയ്യിലെ പൈസ അധികം ചിലവാക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ദേ ആർ പാർക്ക് 5. റിവർ സൈഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മളില്ല ഇതിൽ ആ ഒരു പേയ്മെൻറ്റിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ മേജറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ ഇതിൽ ദേ ആർ പാർക്ക് 5 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഫസ്റ്റ് ബിൽഡിംഗ് മാത്രമേ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇനി 2nd, 3rd, 4th, 5th ബിൽഡിങ്ങുകൾ അതൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. പിന്നെ അതും ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയാണ്, ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ പ്രൊഡക്റ്റ് രണ്ടാണ്, നമുക്ക് അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൽ ഏർലി ഹാൻഡ് ഓവർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ദേ ആർ പാർക്ക് 5 ആണ്. പെട്ടെന്ന് ഹാൻഡ് ഓവർ ആവും. ഡെമാക് റിവർ സൈഡ് അഗൈൻ ഒരു 1 year കൂടെ എടുക്കും. ഇത് 2027 ജൂൺ ജൂലൈയോടുകൂടി ദേ ആർ പാർക്ക് 5 കംപ്ലീറ്റ് ആവും. അതുപോലെ റിവർ സൈഡ് ആണെന്നുണ്ടെങ്കിൽ അഗൈൻ ഒരു 1 more year സ്ട്രെച്ച് ആയി പോകും. പിന്നെ ഇതിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് പ്രൊജക്റ്റ് വേണം. ഇപ്പോൾ ഇൻവെസ്റ്റർ ആയിക്കോട്ടെ, ഇൻഡ്യൂസർ ആയിക്കോട്ടെ, നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് ഏത് പ്രൊജക്റ്റ് വേണം. പിന്നെ യൂണിറ്റ് സെലക്ഷൻ, ലേ ഔട്ട് സെലക്ഷൻ, ആ കാര്യങ്ങളൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്തു തരാം. ഏത് യൂണിറ്റാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ആൾക്കാർ ഡിമാൻഡ് ഉള്ളത്, സെക്കൻഡറി മാർക്കറ്റിൽ ഏത് ടൈപ്പ് യൂണിറ്റ് ആണ്. അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും യൂണിറ്റ് നിങ്ങൾക്ക് തരുമല്ല, നമ്മളത് സെലക്ട് ചെയ്ത് കറക്റ്റ് യൂണിറ്റ് ഏത് ലേ ഔട്ടുള്ള യൂണിറ്റ് ആയിരിക്കും ആൾക്കാർ കൂടുതൽ. ഇപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മളിത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് റീസെയിൽ ചെയ്യുന്ന സമയത്ത് ആളുകൾ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്ന സെക്കൻഡറി എൻക്വയറികളുടെ ഒരു ടൈപ്പ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇതിൽ യൂണിറ്റ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏത് പ്രൊജക്റ്റ് ആയാലും നമ്മളതിൽ യൂണിറ്റ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ ഏതെങ്കിലും കിട്ടുന്ന യൂണിറ്റ് എടുക്കുന്ന അല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലേ ഔട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലേ ഔട്ട് ചൂസ് ചെയ്തില്ലെങ്കിൽ ഓൾവേസ് നിങ്ങൾക്കൊരു ചെറിയൊരു പ്രോബ്ലം ഫ്യൂച്ചറിൽ ഉണ്ടാകും. കാരണം പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് റെഡി ആയിട്ടുണ്ടാകും. റെഡി ആകുമ്പോൾ ആൾക്കാർ വന്ന് കാണുമ്പോൾ നമ്മളെ ലേ ഔട്ട് മനസ്സിലാക്കി കറക്റ്റായിട്ടല്ല ചെയ്തിരുന്നെങ്കിൽ ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് അത് വാങ്ങാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ അതൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ചെയ്തു തരാം. നിങ്ങൾക്ക് കംപ്ലീറ്റ് അസിസ്റ്റൻസ് അത് ത്രൂ ഔട്ട് ദ ജേർണി നമ്മൾ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഡെമാക് റിവർ സൈഡിൻ്റെ ഒരു ഓവർവ്യൂ. ഇനി നമുക്ക് ദുബായിൽ പുതിയ പ്രൊജക്റ്റുകൾ അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. നമുക്കത് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.